എല്ലാവർക്കും നമസ്കാരം. ത്രയംബകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബുദ്ധപൗർണമിയാണ്, അതുകൊണ്ട് ശ്രീബുദ്ധനെക്കുറിച്ച് തന്നെ പറയാം അല്ലേ. എല്ലാവർക്കും ശ്രീബുദ്ധനെക്കുറിച്ച് നന്നായി അറിയാവുന്നതാണ്, എങ്കിലും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. BC 563 നേപ്പാളിലെ കപിലവസ്തുവിന് സമീപത്തുള്ള ലുംബിനിയിലാണ് ബുദ്ധമത സ്ഥാപകനായ ശ്രീബുദ്ധൻ ജനിക്കുന്നത്. ശുദ്ധോധന രാജാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയായ മായാദേവിയുടെയും പുത്രനാണ് ഗൗതമ ബുദ്ധൻ. അദ്ദേഹത്തെ കുട്ടിക്കാലത്ത് വിളിച്ചിരുന്നത് സിദ്ധാർത്ഥ ഗൗതമൻ എന്നാണ്. സിദ്ധാർത്ഥിൻ്റെ ജനനശേഷം അമ്മ മായാദേവി ഒരാഴ്ച മാത്രമാണ് ജീവിച്ചിരുന്നത്. പിന്നീട് അദ്ദേഹത്തെ വളർത്തിയതെല്ലാം അമ്മയുടെ സഹോദരിയായ ഗൗതമിയാണ്. എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടി രാജകൊട്ടാരത്തിൽ അദ്ദേഹം ജീവിച്ചിരുന്നത്. പുറത്തു ജനങ്ങൾ എങ്ങനെ ജീവിക്കുന്നു, എന്തെല്ലാം കഷ്ടപ്പാട് അനുഭവിക്കുന്നു എന്നൊന്നും യാതൊരുവിധ ചിന്തയും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ 16-ാം വയസ്സിൽ ബന്ധുവായിരുന്ന യശോദയെ അദ്ദേഹം വിവാഹം കഴിച്ചു. വിവാഹശേഷം രാഹുലൻ എന്നൊരു കുട്ടിക്ക് യശോദ ജന്മം നൽകി. എന്നിരുന്നാലും ഒറ്റയ്ക്ക് ജീവിക്കാൻ തന്നെയായിരുന്നു ബുദ്ധന് താല്പര്യം. 29-ാമത്തെ വയസ്സിൽ അദ്ദേഹം കുടുംബം, ഭാര്യ, രാജകൊട്ടാരം അങ്ങനെ സകല സുഖസൗകര്യങ്ങളും അദ്ദേഹം ഉപേക്ഷിച്ചു യാത്ര തുടർന്നു. വ്യത്യസ്തങ്ങളായ ആചാരാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ചു. കഠിനമായ തപോനിഷ്ഠകൾ സ്വീകരിച്ചു. എന്തൊക്കെ ചെയ്തിട്ടും അദ്ദേഹത്തിന് ഒരു തൃപ്തിയും വന്നില്ല. പിന്നീട് 6 വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ 35-ാം വയസ്സിലാണ് ഇന്നത്തെ ബീഹാറിലെ പോട്കയിൽ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഏകാന്ത ജ്ഞാനത്തിനൊടുവിലാണ് അദ്ദേഹത്തിന് ബോധോദയം ലഭിച്ചത്. പിന്നീടാണ് അദ്ദേഹം ശ്രീബുദ്ധനായും ബുദ്ധനായും അറിയപ്പെട്ടു തുടങ്ങിയത്. ബുദ്ധമതത്തിൻ്റെ വികാസത്തിനായി അദ്ദേഹം പരിശ്രമിച്ചുകൊണ്ടിരുന്നു. പിന്നീട് ആദ്യം കണ്ട 5 സന്യാസിമാരോട് അദ്ദേഹം തൻ്റെ ബുദ്ധമത കാഴ്ചപ്പാടുകളെക്കുറിച്ച് ധർമ്മചക്ര പ്രഭാഷണം നടത്തി. അന്നത്തെ ആ പ്രഭാഷണത്തിൽ തന്നെ ആ 5 സന്യാസിമാരും ബുദ്ധമതം സ്വീകരിക്കുകയും പിന്നീട് ഇവരാണ് ബുദ്ധമതം പ്രചരിപ്പിക്കാനായി ബുദ്ധൻ നിയോഗിക്കുകയും ചെയ്തത്. ബുദ്ധമതത്തിലെ ആര്യതത്വ എന്ന പേരിൽ പ്രധാനമായും 4 കാര്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. 1. ജീവിതം ദുഃഖമയമാണ്. 2. ആഗ്രഹങ്ങളാണ് ദുഃഖത്തിന് കാരണം. 3. ആഗ്രഹത്തെ കീഴ്പ്പെടുത്തി ദുഃഖത്തെ തന്നെ ഇല്ലാതാക്കാം. 4. ദുഃഖ നിവാരണത്തിന് അഷ്ടാംഗിനി മാർഗം സ്വീകരിക്കാം. ആര്യസത്യയ്ക്ക് പുറമെ ശ്രീബുദ്ധൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശിഷ്യന്മാരോട് പറഞ്ഞത് പ്രധാനമായും 5 കാര്യങ്ങളാണ്. അതിലൊന്ന്, മറ്റുള്ളവരുടെ സ്വത്ത് ആഗ്രഹിക്കരുത്, ആരെയും ഹിംസിക്കരുത്, ലഹരി ഉപയോഗിക്കരുത്, കള്ളം പറയരുത്, വ്യഭിചരിക്കരുത്. ഈ 5 തത്വങ്ങളാണ് മറ്റുള്ളവരിലേക്ക് എത്രയും എത്തിക്കാൻ പറഞ്ഞത്. ഈ ശ്രീബുദ്ധൻ്റെ ഓരോ ആശയവും നമ്മുടെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിക്കും. നമ്മളെല്ലാവരും ഈ ഒരു 5 തത്വം നമ്മുടെ ജീവിതത്തിൽ പാലിച്ചാൽ ഒത്തിരി മാറ്റങ്ങൾ നമുക്കുണ്ടാകും. അപ്പോൾ എല്ലാവരും ഈ മാറ്റം നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കും എന്ന വിശ്വാസത്തോടെ ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ നിർത്തുവാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, എങ്കിലേ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ ബുദ്ധനെക്കുറിച്ച് അറിയാം